ഫാമിലി, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വൈറൽ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനു മുമ്പ് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീമിനെ കുറിച്ച് പറഞ്ഞാലോ. നിങ്ങളൊക്കെ ഈ ഒരു ക്രീം കാണുമ്പോൾ തന്നെ മനസ്സിലായി, കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും, ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രീമാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാമെന്ന്. എനിക്കിത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ചാപ്പിഡ് ലിപ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. എൻ്റെയൊക്കെ ഭയങ്കര ഡ്രൈ ലിപ്സാണ്. എനിക്കൊരു ഒട്ടും കോൺഫിഡൻസ് ഉണ്ടാവില്ല. കാരണം ഞാൻ ലിപ്സ്റ്റിക് കിട്ടുമെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഇങ്ങനെ വിണ്ട് നിൽക്കും കേട്ടോ. ഇപ്പം ഇല്ല, അധികവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര എന്നെ പോലെ ഡ്രൈ ലിപ്സ് ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇത് ലിപ്സിൽ മാത്രമല്ല യൂസ് ചെയ്യണത്. ഇത് വന്നിട്ട് ക്രാക്കഡ് ഹീൽസിലോ നമുക്ക് എന്തെങ്കിലും വൂൺസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിലൊക്കെ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ വൂൺസിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കണ്ടിട്ടൊക്കെ വേണം കേട്ടോ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊരു ഡ്രൈ ലിപ്സ് ഉണ്ട്, പിന്നെ ഭയങ്കര ബോഡിയൊക്കെ ഭയങ്കര ഡ്രൈ ആണ്, എൽബോസിലൊക്കെ ഭയങ്കര ഡ്രൈനെസ് ഉണ്ട് എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്താൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 45 രൂപയാണ്. ഞാൻ വിചാരിച്ചു, ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു 200-300 രൂപ ഒക്കെ ഉണ്ട്. ഈ 300 രൂപ എന്ന് പറയുന്നത് ഒരു ഇങ്ങനത്തെ 2-3 ഒക്കെ വാങ്ങിക്കുമ്പോൾ കേട്ടോ. എനിക്ക് തോന്നുന്നു ഒന്നിന് തന്നെ 140 രൂപ വരുന്നുണ്ട് ഡെലിവറി ചാർജൊക്കെ ആയിട്ട്. സോ ബെറ്റർ ഓപ്ഷൻ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കണതായിരിക്കും. ഇത് 45 രൂപയാണ് ഇതിന് വരുന്നത്. പിന്നെ ഇത് എത്ര ഗ്രാമിൻ്റെ ആണ്? 20 ഗ്രാമിൻ്റെ ആണ് കേട്ടോ 45 രൂപ. നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം എല്ലാ ആൾക്കാർക്കും ഇത് സ്യൂട്ട് ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് സ്യൂട്ടായി. ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈ ലിപ്സ് ഉള്ള ആൾക്കാർക്ക് ഇത് അടിപൊളിയായിട്ട് വർക്കാവും. പിന്നെ ഉണ്ടല്ലോ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ഡാർക്ക് ലിപ്സ് ഉണ്ട്, ഭയങ്കര ഡ്രൈ ലിപ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ലിപ്സ്റ്റിക് ഒന്നും ഇടരുത് കേട്ടോ. ഇത് മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ വിചാരിക്കും ഇത് ഒരു ലിപ് ബാം പോലെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം നമ്മൾ ലിപ് ബാം ഇട്ട് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് അതിൻ്റെ മേലെ ഇടും. പക്ഷേ ഇതൊരു കട്ടി കൂടിയ ഒരു ടെക്സ്ചറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ലിപ്സ്റ്റിക് എന്തായാലും നമ്മളുടെ ലിപ്പിൽ നിൽക്കില്ല. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ രാത്രി കിടക്കുമ്പോഴും ആ ടൈമിലൊക്കെയാണ് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഉറങ്ങും. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ, ഭയങ്കര കട്ടിയുള്ളൊരു ടെക്സ്ചറാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ചെറിയൊരു 20 ഗ്രാമിൻ്റെയൊക്കെ വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ട് മതി ഇതിൻ്റെ ഒരു വലിയ ഇതൊക്കെ വാങ്ങിക്കണത് കേട്ടോ. ഒരു 100 ഗ്രാമിൻ്റെയോ അതൊക്കെ വാങ്ങിക്കുന്നത്. ഇത് നോക്കിയിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇതിൻ്റെ സൈഡ് കൊടുക്കാം. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരു മൈൽഡ് സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ മുമ്പൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യണത്. പിന്നെ ഞാൻ ഇതും സെബോളിനും സെയിം ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതിൻ്റെ നല്ല മണം, എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു കാം വൈബ് തരുന്ന ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു സ്മെല്ലാണ് എനിക്ക്. കാരണം ഇങ്ങനത്തെ മൈൽഡായിട്ടുള്ള സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ ബൊറോലിൻ ക്രീമിനെ കുറിച്ചിട്ടാണ്. യൂസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും എന്ത് ചെയ്യാന്ന് വെച്ചാൽ പാച്ച് ടെസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ഇത് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് എന്താ പറയുക ചേരണമെന്നില്ല. അപ്പോൾ എന്തെങ്കിലും അലർജീസും കാര്യങ്ങളും ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് വെച്ചാൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഈ ഒരു ബൊറോലിൻ ക്രീം യൂസ് ചെയ്താൽ മതി. പിന്നെ കുറേ പേര് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്, മോയ്സ്ചറൈസറായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കണ്ടു കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ എൽബോസിലും
അവിടെയൊക്കെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. നമ്മളുടെ കൈമുട്ടിലും കാൽമുട്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഭയങ്കര ഡ്രൈനെസ് ഒക്കെ ഫീൽ ആവുന്നുണ്ട് എന്ന് വെച്ചാൽ. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ലിപ്പിലെ ഡാർക്ക്നെസ് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളിത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് കിട്ടുമെന്ന് വെച്ചാൽ പിന്നെയും ആ ഡാർക്ക്നെസ് ഒന്നും പോയില്ല കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഒഴിവാക്കിയാലാണ് നമ്മളുടെ ലിപ്പിൽ കുറച്ചെങ്കിലും ഡാർക്ക്നെസ് പോവുള്ളൂ എന്ന് എനിക്ക് പേഴ്സണലായി തോന്നിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ലിപ്സ്റ്റിക്ക് അവോയ്ഡ് ചെയ്യുമോ? ഇല്ല, അവോയ്ഡ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ് ഒരു ലിപ് ബാം ഇടണം. അതും SPF ഉള്ള ലിപ് ബാം എന്തായാലും ഇടണം കേട്ടോ. ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ലിപ് ബാം ഇടുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്ക് നിൽക്കണില്ല കേട്ടോ. എനിക്ക് ഇത് ഭയങ്കര കട്ടിയുള്ളൊരു ക്രീമാണ്. അതുകൊണ്ട് ബെറ്റർ ഓപ്ഷൻ രാത്രി ഉറങ്ങുമ്പോൾ കുറച്ചെടുത്തിട്ടൊന്ന് ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക കേട്ടോ. രാവിലെ വരെ അതുപോലെ ഭയങ്കര ലിപ്പുണ്ടല്ലോ, ഭയങ്കര സോഫ്റ്റ് ആകും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു ക്രീമാണ്, ഭയങ്കര സോഫ്റ്റ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രാക്കഡ് ഹീൽസ് ഉണ്ടെന്ന് വെച്ചാലും രാത്രി ഉറങ്ങുമ്പോൾ ആ വിണ്ട സ്ഥലത്ത് കുറച്ച് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കര കൂടുതലായിട്ടൊന്നും അപ്ലൈ ചെയ്യരുത് കേട്ടോ, കുറച്ച് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ സ്കിന്നിനെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു പ്രോഡക്റ്റ്. ഞാൻ വിചാരിച്ചു ഇതൊരു ആൻറ്റിസെപ്റ്റിക് ആയുർവേദിക് ക്രീം കൂടിയാണ് കേട്ടോ. ഇത്ര റിസൾട്ട് തരുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എന്താ പറയുക, റിസൾട്ട് തന്നു. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവും വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു 45 രൂപ കൊടുത്തിട്ട് വാങ്ങുക, എന്നിട്ട് യൂസ് ചെയ്ത് അങ്ങോട്ട് നോക്കുക. ഞാൻ യൂസ് ചെയ്ത് വന്നിട്ട് വാങ്ങണമെന്നൊന്നും പറയില്ല, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാ ഈ ഒരു ക്രീമിൻ്റെ ബോക്സിൽ തന്നെ ബാക്കിൽ എന്തൊക്കെ യൂസേജ് ആണ്, ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് ചാപ്ഡ് ലിപ്സിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും കട്ട്സോ വൂൺസോ ഉണ്ടെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യണം എന്ന് പറയില്ല. എന്തെങ്കിലും കട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്ന് വെച്ചാൽ ഡോക്ടറിനെ കാണിച്ചിട്ട് മരുന്ന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എൽബോസിൽ യൂസ് ചെയ്യുക കേട്ടോ. ഭയങ്കര സോഫ്റ്റൺ ആവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ക്രാക്കഡ് ഹീൽസിലും അപ്ലൈ ചെയ്യാം. ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ള അത് നല്ലതാണെന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ചില വീഡിയോസിലൊക്കെ ഞാൻ അവർ ഫേസിൽ അപ്ലൈ ചെയ്ത് ഭയങ്കര സോഫ്റ്റ് ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സോഫ്റ്റ് ആവുമായിരിക്കും, പക്ഷെ നമ്മുടെ സ്കിന്നിന് അത് ചേരണം എന്നില്ല. ഇതിലെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പം പിന്നെ എന്താ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് സംഭവം, കണ്ടല്ലോ എവിടെ? ഇതാണ് സംഭവം. ഭയങ്കര എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്ത് നല്ല റിസൾട്ടാണ് പറയണത്. അത് എനിക്കും തോന്നി നല്ലൊരു ഐറ്റം ആയിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയത്. എന്നെപ്പോലെ ഭയങ്കര ഡ്രൈ ലിപ്സാണ്. ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ല. ലിപ്സ്റ്റിക്ക് ഇടാണ്ട് പോയാലോ നമ്മളുടെ ലിപ്പ് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന ലിപ്സാണെന്ന് വെച്ചാൽ ഒരു മഴക്കാലം ആയാലുണ്ടല്ലോ എൻ്റെ സാറേ, എനിക്ക് മഴക്കാലം വെയിലുകാലം അങ്ങനെയൊന്നുമില്ല. എൻ്റെ ലിപ്സ് എപ്പോഴും ക്രാക്കഡ് ലിപ്സ് ആയിരിക്കും. ഭയങ്കര ഡ്രൈ ആയിട്ട് തൊലിയൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കും. ഇപ്പം അതിനൊരു സമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ബോറോലിൻ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി. അപ്പോൾ അത് എന്നെപ്പോലെ അനുഭവിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ നിങ്ങളിത് പ്രോപ്പറായിട്ട് അങ്ങോട്ട് യൂസ് ചെയ്യണം. പിന്നെ ഭയങ്കര ചാപ്പിഡ് ലിപ്സാണ്, ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്, തൊലിയൊക്കെ എണീറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് വെച്ചാൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് സ്ക്രബ് ഒന്നും ചെയ്യരുത് കേട്ടോ. സ്ക്രബ് ചെയ്തു എന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ് ആവും, പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇങ്ങനെ മുറിവാവാൻ ചാൻസസ് ഉണ്ട്, ചോര വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതുപോലെ ബോറോലിൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ SPF ഒക്കെ യൂസ് ചെയ്യണത്, SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യണത് അടിപൊളിയായിരിക്കും. അപ്പോൾ എന്താ, അത്രയേ ഉള്ളൂ. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് റിവ്യൂ പറയണമെങ്കിൽ ഏതാണ് പ്രൊഡക്റ്റ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ. എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കണേ.